നമസ്കാരം. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ലേഡീസ് അവറിന്റെ ഈ മാസത്തിലെ ഏറ്റവും പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യാം അല്ലേ? സിനിമ എന്ന് പറയുന്നത് ഒരുമാതിരി എല്ലാവർക്കും ഇഷ്ടമുള്ള, കുട്ടിയെന്നില്ല മുതിർന്നവരെന്നില്ല. ഈ അടുത്ത ദിവസം ഞാനൊരു വാർത്ത വായിച്ചിരുന്നു. അതായത് കണ്ണൂര് അർദ്ധരാത്രി സിനിമ കാണാനൊരു ആഗ്രഹം കയറിയ ഒരു അമ്മൂമ്മ രാത്രി സിനിമയ്ക്ക് ഇറങ്ങി. അങ്ങനെ സിനിമയ്ക്ക് ഇറങ്ങി അവസാനം അമ്മൂമ്മ എത്തിയപ്പോഴത്തേക്കും സിനിമ കഴിയണ സമയമായി. അങ്ങനെ ആകെ റോട്ടിലാകെ പരിഭ്രാന്തിയായിട്ട് കാണപ്പെട്ട അമ്മൂമ്മയെ പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്ക് ഈ നൈറ്റ് പെട്രോളിങ്ങിന് ഇറങ്ങിയ പോലീസുകാർ കാണുകയും എന്നിട്ട് അവര് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇരുത്തി. പിന്നീട് രാവിലെ മകൻ വന്ന് കൂട്ടിക്കൊണ്ടുപോയെന്ന്. അപ്പോ ഈ സിനിമ എന്ന് പറയുന്ന ഒരു മാധ്യമത്തിന് ഒരിക്കലും ഒരു പ്രായപരിധിയില്ല. അത് ഒരു കുഞ്ഞിനെ അടക്കം അല്ലെങ്കിൽ 90-100 വയസ്സുള്ള മുതിർന്നവരെ അടക്കം എല്ലാവരെയും എല്ലാ കാലത്തും ആകർഷിക്കുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും ഈ ഒരു അമ്മൂമ്മയ്ക്ക് ആ ഒരു എനർജി കയറിയത് ആ ഒരു കാലത്തെ സിനിമകൾ എന്ന് പറഞ്ഞാൽ ശരിക്കും അന്നത്തെ ഒരു സൊസൈറ്റിയിൽ ഏറ്റവും അധികം സ്ത്രീയെ ഗ്ലോറിഫൈ ചെയ്തും സ്ത്രീയെ പവർഫുൾ ആയിട്ടും പലപ്പോഴും ആ ഒരു സാധാരണ ഒരു ഹോം ഫ്രണ്ടിൽ സ്ത്രീക്ക് അത്രയൊരു പരിവേഷം ഉണ്ടെങ്കിൽ പോലും സിനിമകളിൽ സ്ത്രീകൾക്ക് വളരെ നല്ല ഒരു പരിവേഷം തന്നെയായിരുന്നു ഇറങ്ങിയിരുന്ന സിനിമകളിൽ കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ അത് അവർക്ക് സിനിമ കാണാനുള്ള ഒരു ഇൻസ്പിറേഷനും കൂടിയാണ്. അതെ, തീർച്ചയായിട്ടും. അപ്പൊ അത്തരത്തിൽ നമ്മൾ പറഞ്ഞു വരുന്ന ഒരു സിനിമ, ഞങ്ങളിങ്ങനെ ഇത്രയും വലിയ ഇൻട്രോ തന്നത് മദർ ഇന്ത്യ എന്ന് പറയുന്ന ഒരു സിനിമയെ കുറിച്ച് പറയാൻ വേണ്ടിയായിരുന്നു. അതെ, മദർ ഇന്ത്യ ഈ സിനിമ ഇറങ്ങിയിട്ട് ഇപ്പോൾ 60 വർഷമാകുന്നു. 1957 ഇറങ്ങിയ സിനിമ. മെഹബൂബ് ഖാൻ അന്നത്തെ ഹിറ്റ് ഫിലിം മേക്കർ മാത്രമല്ല, അതിന്റെ ആ മദർ ഇന്ത്യ എന്ന് പറയുന്ന സിനിമയുടെ രചനയും സംവിധാനവും നിർമ്മാണവും എല്ലാം നടത്തിയത് മെഹബൂബ് ഖാൻ തന്നെയായിരുന്നു. അതെ, അപ്പം ഈ ഇദ്ദേഹത്തിന്റെ ഈ മദർ ഇന്ത്യ എന്നുള്ള പേര് തിരഞ്ഞെടുക്കാനുള്ള ഒരു പ്രത്യേക കാരണമുണ്ട്. അത് നമുക്ക് വരും ഇതിൽ പറയാം. പക്ഷേ നർഗീസിനെയും പിന്നെ നർഗീസിന്റെ മകനായി അഭിനയിച്ച് പിന്നീട് അല്ലേ ഭർത്താവായി അവരുടെ ഒരു ജീവിത പങ്കാളി തന്നെയായി മാറിയ സുനിൽ ദത്തും രാജേന്ദ്ര കുമാറും എല്ലാവരും തകർത്താൻ അഭിനയിച്ച ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശരിക്കും ഇന്ത്യൻ മിത്തോളജി, നമ്മുടെ പുരാണങ്ങളിലെ എല്ലാ കഥാപാത്രങ്ങളും ഈ സിനിമയിൽ ഒരു റെഫറൻസ് ഉണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നർഗീസിന്റെ ഒരു സിനിമയാണത് മദർ ഇന്ത്യ. അഭിനയിച്ച രണ്ടുപേരാണ് നർഗീസ് ദത്തും സുനിൽ ദത്തും. അതെ. ഈ രാധ എന്ന് പറയുന്ന കഥാപാത്രം ശരിക്കും പുരാണങ്ങളിലെ രാധയുമായി സാമ്യമുണ്ട്. എല്ലാ ദൈവങ്ങളുമായിട്ടും ഓരോരോ എലിമെന്റ്സ് ഉണ്ട്. ഇപ്പം ശിവൻ എന്ന ഡിസ്ട്രക്ടറുമായിട്ടും കാളി എന്ന ഉഗ്രരൂപിണിയായിട്ടും പിന്നെ സീത എന്ന പതിവ്രതയായ സ്ത്രീയായിട്ടും പിന്നെ സാക്രിഫൈസിന്റെ മുഖമായ സാവിത്രിയുമായിട്ടും എല്ലാ സാമ്യതയുള്ള ഒരു കഥാപാത്രമാണ് രാധ. ശരിക്കും ഒരു എപ്പിക് മൂവിയാണ്. ഇന്ന് നമ്മൾ ബാഹുബലിയൊക്കെയാണ് എപ്പിക് മൂവി എന്ന് പറയുമ്പോൾ ഇത്രയും അധികം പരിവേഷങ്ങൾ ഒരു കഥാപാത്രത്തിന് തന്നെ കൊടുക്കാൻ കഴിയുന്ന ഒരു സിനിമ, അത് അന്നത്തെ കാലത്തെ ഒരു എപ്പിക് മൂവിയായിരുന്നു. അപ്പോൾ മദർ ഇന്ത്യയെ കുറിച്ച് ഒരുപാട് വിശേഷങ്ങളുണ്ട്. മദർ ഇന്ത്യക്കാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ നിന്ന് ഒരു അക്കാദമി അവാർഡ് നോമിനേഷൻ ലഭിച്ചത്. അതെ. ബെസ്റ്റ് മൂവി ഇൻ ദ ഫോറിൻ ലാംഗ്വേജ് കാറ്റഗറിയിൽ ഒരേ ഒരു വോട്ടിന്റെ നഷ്ടത്തിൽ മാത്രമാണ് അന്നത്തെ ഓസ്കർ അക്കാദമി അവാർഡ് എന്ന് നമ്മൾ പറയുന്ന ഓസ്കർ നഷ്ടമായത്. അപ്പോൾ മദർ ഇന്ത്യയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരാം ആദ്യ സെഗ്മെന്റിന് ശേഷം. ഞാൻ ഭാവന ദത്താനി, ഹെന്ന ഡിസൈനർ. ലാസ്റ്റ് 25 വർഷമായിട്ട് ഞാൻ ചെയ്യണതാണ് ഈ പ്രൊഫഷൻ. ഹോബി ആയിരുന്നു, ഇപ്പോൾ പ്രൊഫഷനായി. ഐ എം വെരി ഹാപ്പി ടു ഡെക്കറേറ്റ് ഓൾ ദ ബ്രൈഡ്സ് ആൻഡ് ഐ എം വെരി ഹാപ്പി വിത്ത് മൈ വർക്ക്. My customers are also happy with my work, and I'm very grateful to God for this creative art God has given to me. എൻ്റെ അച്ഛൻ ഗുജറാത്തിൽ നിന്ന് കച്ചിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്തിട്ട് ഇവിടെ മോർ ദാൻ 100 years ബിഫോർ വന്നിരുന്നു. അവിടെ ആൻസിസ്റ്റേഴ്സ്. അങ്ങനെയാണ് ഞങ്ങൾ കൊച്ചിയിലേക്ക് എത്തിയത്. ഫ്രം കച്ച് ആൻഡ് വി ആർ കച്ചി. എനിക്ക് വരയ്ക്കാൻ വളരെ താല്പര്യമായിരുന്നു. അങ്ങനെയാണ് മെഹന്തി ലേക്ക് സ്വിച്ച് ഓൺ ചെയ്തിട്ട്. ഡിസൈൻ ഇൻ ദ മാർക്കറ്റ്, ഇന്ത്യൻ ഡിസൈൻ, ഇൻഡോ അറബിക്, രാജസ്ഥാനി, അങ്ങനെ 4 types ഓഫ് മെഹന്തി ആണ്. റൈറ്റ് നൗ പുതിയ ഫ്ലോറിഡ് മെഹന്തിയാണ്
വളരെ കൂടുതൽ പൂക്കൾ ആണ് മെഹന്തിയിൽ വരച്ചിട്ട് ഇപ്പോൾ ആ ട്രെൻഡാണ്. ഇപ്പം ആരും ട്രഡീഷണൽ ഇടാറില്ല, എല്ലാവർക്കും ഇൻഡോ അറബിക് മതി. ബിക്കോസ് ഇറ്റ് ക്യാൻ ഫിനിഷ് വെരി ഫാസ്റ്റ്. ലാസ്റ്റ് 6 to 7 months or 1 year യൂട്യൂബിൽ പോയിട്ട് ഡിസൈൻ കണ്ടിട്ട് ആ ഡിസൈൻ കൊണ്ടുവന്ന് കാണിച്ചിട്ട് ഞങ്ങൾക്ക് ഇതിങ്ങനെ ഇട്ട് തരണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇട്ട് കൊടുക്കാറുണ്ട്. സോ ദാറ്റ് ചേഞ്ചസ് ഹാഡ് കം. പിന്നെ മെഹന്തിൻ്റെ ബുക്സ് ഉണ്ട്, ഓരോരുത്തർ വരച്ചിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ ബുക്സ് നോക്കിയിട്ടും ഞങ്ങൾ ഇട്ട് കൊടുക്കാറുണ്ട്. മെഹന്തി കോൺസ് ഞങ്ങൾ വീട്ടിലുണ്ടാക്കണതാണ്, ഫുൾ ഹെർബലാണ്. മെഹന്തി ഡസ്റ്റ്, മെഹന്തി ഓയിൽ യൂസ് ചെയ്യാറുണ്ട്. വേറെ ഒന്നും ആർട്ടിഫിഷ്യൽ ഐറ്റംസ് ആഡ് ചെയ്യാറില്ല. മെഹന്തി വെളിയിൽ കിട്ടുന്നത് കെമിക്കലുള്ള മെഹന്തിയാണ്. മാർക്കറ്റിൽ റെഡിമെയ്ഡ് കോൺസ് കിട്ടുന്നുണ്ട്, പൗഡർ കിട്ടുന്നുണ്ട്, ഡസ്റ്റ്, മെഹന്തി പൗഡർ. അത് വെച്ചിട്ട് ചെയ്യണതാണ് ഒറിജിനൽ. മറ്റേ കെമിക്കൽ വിൽ ബി സൈഡ് എഫക്റ്റ്, സ്കിൻ പൊളിഞ്ഞു പോവും. ഇൻ മാർക്കറ്റ് കുന്തൻ സ്റ്റോൺസ് കിട്ടുന്നുണ്ട്. മെഹന്തി ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ആ സ്റ്റോൺസ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാറുണ്ട്. യു ഗെറ്റ് ആർട്ടിഫിഷ്യൽ മെഹന്തി സ്ലിപ്പ്, ഒരു പേപ്പർ കിട്ടുന്നുണ്ട്, ടാറ്റു മെഹന്തി. അത് കയ്യിൽ വെച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് അത് ടാപ്പ് ചെയ്തിട്ട് അത് സ്ട്രിപ്പ് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ആ പ്രിൻ്റ് അവിടെ വരും. മാർക്കറ്റിൽ അതും അവൈലബിൾ ഉണ്ട്. മാക്സിമം പീപ്പിൾ ആർ അലർജറ്റിക് വിത്ത് ആർട്ടിഫിഷ്യൽ മെഹന്തി. സോ അവരാണ് ഈ കൂടുതൽ ഈ ടാറ്റു മെഹന്തി യൂസ് ചെയ്യുന്നത്. മാക്സിമം സ്ത്രീകളാണ് മെഹന്തി യൂസ് ചെയ്യാറുള്ളത്. പക്ഷേ മാർവാഡീസ് എന്ന് പറഞ്ഞൊരു കാസ്റ്റ് ഉണ്ട്, അവർ മണവാളനും മെഹന്തി ഇടും കയ്യിലും കാലിലും. ആ കാസ്റ്റ് മാത്രം ജെൻസ് യൂസ് ചെയ്യാറുള്ളൂ, ബാക്കി ആരും ജെൻസ് മെഹന്തി യൂസ് ചെയ്യാറില്ല, ഇടാറില്ല. ആൻഡ് അവർ കല്യാണത്തിന് തലേ ദിവസം പെണ്ണിനും ചെക്കനും ഇടാറുണ്ട്, മാർവാഡീസ് കാസ്റ്റ്. മാക്സിമം മലയാളീസ് പറയാറുണ്ട് ഞങ്ങൾ മൂവി നോക്കിയിട്ടാണ് മെഹന്തി ഈ ഫങ്ഷൻ വെച്ചിരിക്കുന്നത്. മെഹന്തി ഫങ്ഷൻ ബ്രൈഡിനെ സെൻറ്ററിൽ ഇരുത്തിയിട്ട് സൈഡിലെ എല്ലാ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, ലേഡീസ്, മമ്മി, ആൻറ്റീസ് അവരെല്ലാവരും ഡാൻസ് ചെയ്യാറുണ്ട് ഓൺ ദ മെഹന്തിൻ്റെ സോങ്സിന്. ഈവൻ മൂവീസിലും ഇപ്പോൾ അങ്ങനെയൊക്കെ കാണിക്കാറുണ്ട്. സോ ദേ ഹാവ് വെരി മച്ച് ഗിവൺ പബ്ലിസിറ്റി ടു മെഹന്തി. എൻ്റെ ഫാമിലി സപ്പോർട്ട് വളരെ കൂടുതലാണ് ആയിരുന്നു. എൻ്റെ പാരൻസ്, എൻ്റെ 2 മക്കൾ, എനിക്ക് 2 ആൺകുട്ടികളാണ്, 2 പേരും വെരി മച്ച് ഹെൽപ്പിംഗ് ഫോർ മീ. ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങിലും മെഹന്തി ചെയ്യാറുണ്ട്. കുമരകം സെയിലിംഗ് ക്രൂസ് മെഹന്തി ഉണ്ട്, റിസോർട്ടിൽ മെഹന്തി ചെയ്യാറുണ്ട്. പ്ലേബാക്ക് സിംഗർ ശ്വേത മോഹൻ ഒക്കെ ചെയ്തിട്ടുണ്ട് മാരേജിന്. ദെൻ ആൻ അഗസ്റ്റിൻ്റെ മാരേജിന് ചെയ്തിട്ടുണ്ട്. അവരും മെഹന്തി ഫങ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്യൂച്ചർ പ്ലാൻസ് ടിൽ മൈ ലാസ്റ്റ്, എൻ്റെ ലാസ്റ്റ് ശ്വാസം വരെ എനിക്ക് മെഹന്തി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്.